ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും കുക്കറിൽ നമുക്ക് ചോറുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ അരി കഴുകി കുക്കറിൻ്റെ ഇവിടം വരെയും വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. ഇത്രയധികം കൂടുതൽ വെള്ളം നിറച്ചൊഴിക്കരുത്. ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം കുക്കർ വെയിറ്റ് ഇട്ട് മൂടി വെക്കുക. കുക്കറും വെയിറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് 3 വിസിൽ, ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ അടിക്കണം കേട്ടോ. നമ്മുടെ കുക്കർ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. ചോറ് 3 വിസിൽ അടിച്ചതിന് ശേഷം 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തുളയുള്ള പാത്രത്തിലേക്ക് ചോറ് ഊറ്റാൻ പോവാണേ. അപ്പം ഞാൻ ഈ തുളയുള്ള പാത്രത്തിലേക്ക് ചോറ് ഊറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ ചോറിന് ഇച്ചിരി കുറച്ച് സ്റ്റാർച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും തിളപ്പിച്ച് വേറൊരു പാത്രത്തിൽ വെള്ളം വെക്കണം. ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഊറ്റിയ ചോറിൻ്റെ മേളിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അന്നേരം ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പാകത്തിന് വെന്ത പെർഫെക്റ്റ് ചോറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചോറ് കുക്കറിൽ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. വെറും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കുക്കറിൽ. ഇത് കണ്ടോ, നമ്മൾ ചോറ് വെച്ച് വാർക്കുന്നേക്കാൾ എത്ര നല്ല ചോറാണെന്ന് നോക്കിക്കേ. ഇത് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മൾക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് സാമ്പാറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സാമ്പാർ, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 2 കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പരിപ്പ് വെന്ത് കഴിഞ്ഞ് ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും. കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ. ഞാൻ ഒരു ദിവസത്തേക്കുള്ള, ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് മാത്രമുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ വേവിക്കുക. ഒത്തിരി വെന്ത് പോകരുത് കഷ്ണം. അതുകൊണ്ട് ഞാൻ ഇനി കുക്കറിൽ വേവിക്കുന്നില്ലേ തന്നെ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഇനി വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. അത് സാമ്പാർ പൊടി ഒന്ന് മൂപ്പിക്കാം. അതുപോലെ അതിനനുസരിച്ച് കടുക് താളിച്ചൊഴിക്കണം. കടുക് ഉലുവയും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് മൂപ്പി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ സാമ്പാർ പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മൂപ്പിച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.